പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് അടുത്തതോടെ നിലമ്പൂരിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇരുമുന്നണികളും കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ പ്രധാന ആയുധങ്ങളിൽ ഒന്ന് ഇപ്പോഴും ക്ഷേമ പെൻഷൻ തന്നെയാണ്. ലൈഫ് പദ്ധതിയാണ് ഇടതിന്റെ താഴേക്കിടയിലെ മറ്റൊരു പ്രചരണ വിഷയം. കേരളത്തിന്റെ ഏറ്റവും അധികം ലൈഫ് വീടുകൾ നിർമ്മിച്ചു കൊടുത്ത പഞ്ചായത്ത് നിലമ്പൂരിലെ അമരമ്പലം പഞ്ചായത്താണ് എന്നതും ശ്രദ്ധേയമാണ്. തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കൾക്ക് ഈ വിഷയങ്ങൾ പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ട്. നിലമ്പൂരിലെ കുടുംബയോഗങ്ങളിൽ LDF സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതെന്ന ചോദ്യത്തിന് ആളുകൾ ആദ്യം പറയുക 1600 രൂപ പെൻഷനെ കുറിച്ചാണെന്നാണ് തോമസ് ഐസക് പറയുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു: നിലമ്പൂരിലെ കുടുംബയോഗങ്ങളിൽ LDF സർക്കാർ ചെയ്ത കാര്യങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതെന്ന ചോദ്യത്തിന് ആളുകൾ ആദ്യം പറയുക 1600 രൂപ പെൻഷനെ കുറിച്ചാണ്. അതു കഴിഞ്ഞാൽ ഹൈടെക് സ്കൂളുകൾ. ഇതിനെക്കുറിച്ച് ഞാൻ എഴുതിയപ്പോൾ ഒരു വായനക്കാരൻ പ്രതികരിച്ചത് ലൈഫ് മിഷൻ വീടുകളല്ലേ രണ്ടാമതായി പറയേണ്ടത് എന്നായിരുന്നു. സ്ഥാനം എത്രാമത്തേതോ ആകട്ടെ, കേരളത്തിന്റെ വികസന പാതയിൽ ലൈഫ് മിഷൻ വീടുകൾ ഒരു നിർണായക നാഴികക്കല്ലാണ്. എല്ലാവർക്കും വീട് എന്ന സ്വപ്നം കേരളത്തിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും അധികം ലൈഫ് വീടുകൾ നിർമ്മിച്ചു കൊടുത്ത പഞ്ചായത്ത് ഏതാണ്? നിലമ്പൂരിലെ അമരമ്പലം പഞ്ചായത്തിനാണ് ഈ ബഹുമതി. ഇതിന് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ അവാർഡ് അമരമ്പലം പഞ്ചായത്തിന് ലഭിച്ചു. 2024 മാർച്ച് 30 വരെയുള്ള കണക്കു പ്രകാരം ലൈഫ് മിഷൻ ലിസ്റ്റിലെ 91% പേർ കരാർ വയ്ക്കുകയും 80% പേരുടെ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ ഏതാണ്ട് 100% വീടുകളും പൂർത്തീകരിക്കുന്നതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മൊത്തം 1089 വീടുകൾ. ഭൂരഹിതർക്കു വേണ്ടി 1.80 ഏക്കർ ഭൂമി സംഭാവന ലഭിച്ചിടത്ത് 28 ഭൂരഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകി. മനസ്സോടെ ഇത്തിരി മണ്ണ് പദ്ധതി വരുന്നതിന് മുൻപ് തന്നെ ലൈഫ് പദ്ധതിക്കായി ഫാദർ മാത്യൂസ് വാഴക്കൂട്ടത്തിൽ 20 കുടുംബങ്ങൾക്ക് 4 സെന്റ് ഭൂമി വീതം നൽകി. ഇതുകൂടാതെ മുഹമ്മദ് കല്ലിടുമ്പൽ, വിളക്കേരി കുഞ്ഞു മുഹമ്മദ്, ആനപ്പട്ടത്ത് കുഞ്ഞു മുഹമ്മദ്, നാസർ കരുമാറ്റോട്ടിൽ എന്നിവരും ലൈഫ് പദ്ധതിക്കായി ഭൂമി സൗജന്യമായി നൽകിയവരാണ്. ഒരു SC ഗുണഭോക്താവിന് കുടുംബശ്രീ വീട് നിർമ്മിച്ചു നൽകി. ഒരു അതിദാരിദ്ര്യ കുടുംബത്തിന് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു നൽകിയത്. അങ്ങനെ നാടിന്റെ ആകെ ശ്രമഫലമായിട്ടാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ അമരമ്പലം പഞ്ചായത്ത് ലക്ഷ്യം നേടിയത്. മിക്കവാറും വീടുകളിൽ ഗുണഭോക്താക്കൾ അധികമായി സ്വന്തം പണമോ അല്ലെങ്കിൽ അധ്വാനമോ മുടക്കി കൂടുതൽ ഭംഗിയായിട്ടാണ് പൂർത്തീകരിച്ചത്. ഈ അസുലഭ നേട്ടത്തിൽ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈനും മെമ്പർമാരും അഭിനന്ദനം അറിയിക്കുന്നു. അവാർഡ് ലഭിച്ചപ്പോൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിനാണ് ഈ പുരസ്കാരം. അനീഷ് മെമ്പറായ 9ാം വാർഡിലെ കുടുംബയോഗത്തിലെ ചർച്ചകളാണ് ലൈഫ് മിഷൻ വീടുകളിലേക്ക് ചർച്ച കൊണ്ടുവന്നത്. അനീഷിന്റെ വാർഡിൽ 69 വീടുകളാണ് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം നിലമ്പൂരിൽ UDF മികച്ച വിജയം നേടുമെന്നാണ് ലോക് പോൾ അഭിപ്രായ സർവേ ഫലം പറയുന്നത്. വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ ഓരോ പ്രസ്താവനയും പോരിന് മൂർച്ച കൂട്ടുന്നതിനിടെയാണ് പ്രീപോൾ ഫലം പുറത്തുവിട്ടിരിക്കുന്നത്. LDFിൽ നിന്ന് പുറത്തു വന്ന് മത്സരിക്കുന്ന PV അൻവറിന് ചലനം സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്നും സർവേയിൽ പറയുന്നുണ്ട്. ജൂൺ 19-നാണ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ്. ഇതിനൊപ്പം രാജ്യത്തെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കും. ഈ മണ്ഡലങ്ങളിലെ സർവേ ഫലങ്ങളും ലോക് പോൾ ഏജൻസി പുറത്തുവിട്ടു. ഇതിനൊപ്പമാണ് നിലമ്പൂർ പ്രീ പോൾ സർവേ ഫലം പരസ്യമാക്കിയിരിക്കുന്നത്. കോൺഗ്രസിനും UDFിനും ആത്മവിശ്വാസം പകരുന്ന ഫലമാണിത്.